കർത്താവിൻ്റെ മഹത്വം. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സരത്തിലേക്ക് പ്രവേശിച്ച എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അഭിഷിക്തന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ നോക്കി നമുക്ക് വിളിച്ചു പറയാം, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പുതിയ വർഷത്തെ നോക്കി നമുക്ക് പറയാം, യഹോവ ജിരെ കരുതുന്ന ദൈവം. ഉയരത്തിലേക്ക് നോക്കി വിളിച്ചു പറ, യഹോവ എൻ്റെ കൊടി, ജയത്തിൻ്റെ കൊടി. ചുറ്റുപാട് നോക്കി നമുക്ക് വിളിച്ചു പറയാം, യഹോവ ശാലേം, യഹോവ സമാധാനം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പ്രഭാഷണം ശ്രവിച്ച് ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും നന്ദി പറയുന്നു. നിങ്ങളുടെ കൈത്താങ്ങലുകൾ, പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അത് വളരെ പ്രചോദനമായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങൾക്കും, ലോകത്തിൻ്റെ 5 വൻകരകളിൽ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. US-ലും UK-ലും കാനഡയിലും ഇന്ത്യയിലും GCC കൺട്രീസിലും എല്ലായിടത്തും ഈ പ്രസംഗം എത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി തീർന്നു. അതിനായി ഞാൻ ദൈവത്തിന് വാഴ്ത്തലുകൾ അർപ്പിക്കുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ഈ പുതിയ വർഷം ആത്മിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം, അഭിഷേകത്തോടെ നിൽക്കാം. കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ അവിടുത്തെ വരവിനായി ഒരു വർഷം കൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ ഇടയായിത്തീർന്നു. പ്രാണപ്രിയൻ്റെ വരവിനോട് ഒരു വർഷം കൂടെ അടുക്കാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർത്തല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നടത്തിയ വിധങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. കരം പിടിച്ചവിടെ നടത്തിയല്ലോ, ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തന്നല്ലോ. ദൈവകൃപയുടെ ആഴങ്ങൾ നടത്തിയ ദൈവം ഒത്തിരി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, സങ്കടങ്ങളൊക്കെ നിറഞ്ഞ ഒരു വർഷമാണ് നമ്മളെ കടന്നുപോയത്. എന്നാൽ അതിൻ്റെ നടുവിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവശബ്ദം എല്ലാ ദിവസവും നമ്മളെ കേൾപ്പിച്ചില്ലേ? അതിന് നമുക്ക് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ പുതിയ വർഷവും പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല പറയുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാം. മാരക രോഗങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാവാം. ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികളുണ്ടാകും. പക്ഷേ നിവർന്ന തലകളെ പൊക്കുവാൻ നമുക്കിടയാവണം. കാരണം ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഈ പുതിയ വർഷത്തിൻ്റെ തുടക്കം മുതൽ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ, ആത്മാവിൽ ശക്തരാകാൻ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലെത്തുവാൻ, അഭിഷേകത്തോടെ ആരാധിക്കാൻ, വചനം ധ്യാനിക്കാൻ, ആത്മിക വിഷയത്തിൽ സമ്പന്നരായിത്തീരാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. വളരെ സുപരിതമായ വാക്യം, ആവർത്തന പുസ്തകം 11:12 വാക്യം. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. സ്തോത്രം. തുടക്കത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ചട്ടങ്ങളും വിധികളും അനുസരിച്ച് നടക്കാൻ നാം തയ്യാറാവണം. നടത്തിയ വിധങ്ങളോടെ പറയുന്നു. അവിടുത്തെ മഹത്വം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, മിസ്രയീമിൻ്റെ മധ്യയെ ഫറവോൻ്റെ മേൽ ദൈവം ഇടപെട്ട ഇടപെടലുകൾ, അവിടുത്തെ പ്രവൃത്തികൾ ഒക്കെ ആഴമാണ് എന്നിട്ട് തൻ്റെ ജനത്തോട് പറയുന്നു.
നിങ്ങൾ ചെല്ലുന്ന ദേശം വളരെ ശ്രേഷ്ഠമാണ്. കൈവശമാക്കുന്ന ദേശം ദൈവം പരിപാലിക്കുന്ന ദേശമാണ്. പ്രിയരെ, ഈ പുതിയ വർഷം നമ്മുടെ കുടുംബങ്ങളെ ദൈവം പരിപാലിക്കട്ടെ. നമ്മുടെ തലമുറകളെ ദൈവം പരിപാലിക്കട്ടെ. അഭിഷിക്തന്മാരെ പരിപാലിക്കട്ടെ. നമ്മുടെ ഔദ്യോഗിക മേഖലകളെ പരിപാലിക്കട്ടെ. യഹോവ വീട് പണിയട്ടെ. യഹോവ പട്ടണം കാക്കട്ടെ. പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ നമുക്കിടയാവട്ടെ. അവിടുത്തെ കരം നമ്മുടെ മേൽ പിടിക്കട്ടെ. അവിടെ നമ്മോടൊപ്പം നടക്കട്ടെ. കർത്താവിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് തയ്യാറാവാം. അങ്ങനെയെങ്കിൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കും. ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാൻ. കർത്താവേ, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ മേലും ദൈവസഭകളുടെ മേലും അങ്ങയുടെ ദൃഷ്ടി ഉണ്ടാകണം. ദൃഷ്ടി ഉണ്ടായാൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം, തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വെക്കുന്ന ഒരു ദൈവം. അവിടെ ദൃഷ്ടി വെച്ചാൽ ഒരു ശക്തിക്ക് നമ്മളെ നോക്കാൻ പറ്റില്ല. ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. ആവർത്തിച്ചു ലോകത്തിൻ്റെ എൻഡ് വരെ ജീവപര്യന്തം ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണെന്ന് നമുക്കും പറയാൻ കഴിയണം. ദൈവത്തെ വിട്ടു പോകരുത്. പുതിയ വർഷം കൂടുതൽ ആത്മീക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പോ, സ്തോത്രത്തോടെ ജാഗരിപ്പേൻ, വചനം ധ്യാനിപ്പേൻ, വിശുദ്ധിയോടെ നടപ്പേൻ. ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിക്കുന്ന ദിവസങ്ങളാകട്ടെ. എന്തു വന്നാലും പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം ശക്തീകരിക്കട്ടെ. ബലത്തോടെ നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 65-ാം സംഘത്തെ വായിക്കുന്ന പോലെ നീ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി ഒഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. താഴ്വരകൾ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഈ പുതിയ സംവത്സരത്തെയും ദൈവം സർവ നന്മകളാലും അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനാ വിഷയം വാചകം ഇങ്ങനെയാണ്: ഹോവേ, അവിടുന്ന് ഒഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ല. പ്രിയരെ, കഴിഞ്ഞൊരു സംവത്സരം ദൈവമാണ് നന്മ നൽകിയത്. ദൈവമാണ് ആരോഗ്യം നൽകിയത്. ദൈവമാണ് ശക്തി നൽകിയത്. ദൈവമാണ് ബലം നൽകിയത്. ദൈവമാണ് നിങ്ങളെ നിർത്തിയത്. നടത്തിയ ദൈവത്തിനും നിർത്തിയ ദൈവത്തിനും നന്ദി പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുമോ? ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്യൂ. ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറയൂ. വീഴാതെ വണ്ണം ദൈവം നമ്മളെ നിർത്തിയില്ലേ, കൊണ്ടുവന്നില്ലേ, വഴി ഇതാകുന്നു എന്ന് പറഞ്ഞില്ലേ, കുഴൽ താഴ്വരയിലും കൂടെ ഇരുന്നില്ലേ, കൂട്ടുകാരും മാറിയപ്പോഴും നാട്ടുകാരും മാറിയപ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവശബ്ദം നമ്മളെ ബലപ്പെടുത്തിയില്ലേ. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സർവശക്തിയുള്ള ദൈവമേ, സർവ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ദാതാവായ ദൈവമേ, ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കാൻ സ്തോത്രം. സംഭവബലമായ ഒരു വർഷം ഞങ്ങളെ വിട്ട് കടന്നുപോയി. പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം, ആദ്യ മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആദ്യ മിനിറ്റുകളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആത്മശക്തിയോടെ ഞങ്ങൾ ഈ പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയുടെ ആഴങ്ങൾ ഞങ്ങൾ നടത്തണമേ. ഒരു ദോഷവും ഞങ്ങൾക്ക് പറ്റരുത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. നിൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാൽ സ്തോത്രം. ദീർഘായുസ്സ് കൊണ്ട് തൃപ്തി വരുത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ രക്ഷയെ കാണിച്ചു കൊടുക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ രോഗികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈ പുതിയ വർഷം സൗഖ്യമാകട്ടെ. വലിയ മുറുക്കൾ അവരുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ.
ഞങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സമാധാനം വലുതായിരിക്കട്ടെ. യഹോവയാൽ അവർ ഉപദേശിക്കപ്പെടട്ടെ. ഒരു കുഞ്ഞു പോലും ട്രാക്ക് തെറ്റിപ്പോകരുത്. ട്രാക്ക് തെറ്റിപ്പോയ ചിലർ കർത്താവ് ട്രാക്കിലേക്ക്, ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് വരുന്ന ദിവസങ്ങളാക്കി തീർക്കുന്നതിനായി സ്തോത്രം. അടഞ്ഞ വാതിൽ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മാസത്തിൽ തന്നെ തുറക്കട്ടെ. പുതിയ ചിലത് തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ഫയലുകൾ ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ. കുടുംബജീവിതത്തിൽ ഇനി ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്. അകന്നുപോയ കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കട്ടെ. ചിതറിപ്പോയത് ശേഖരിക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷക്തന്മാരെ ഏൽപ്പിക്കുന്നു. അഭിഷേകത്തോടെ ബലത്തോടെ അങ്ങയുടെ വേലയിൽ വ്യാപിച്ചു വരാൻ, ശക്തരായിത്തീരാൻ, വർദ്ധിച്ചു വരാൻ അവരെ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. വർദ്ധിക്കുക മാതാപിതാക്കളെ ബലത്തോടെ നടത്തണമേ. ദീർഘായുസ് കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തണമേ. കർത്താവെ കൊടുക്കുന്ന ആയുസ് ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരാനും വളർത്തപ്പെടാനും ഇടയാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭകൾക്കെല്ലാം ഒരു ശുഭത കൽപ്പിക്കുവാൻ ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗബാധ ങ്ങൾ അഴിയട്ടെ. മിസ്രൈമിലേക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. സന്തോഷത്തിൻ്റെ ദിവസങ്ങളാകട്ടെ, സമാധാനത്തിൻ്റെതാകട്ടെ, സ്വസ്ഥതയുടേതാകട്ടെ, അനുഗ്രഹത്തിൻ്റെതാകട്ടെ, ആത്മവാരി പെയ്യുന്ന മണിക്കൂറുകളാകട്ടെ, ആത്മീയ ഉണർവുകൾ സഭകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ നിവർന്നു നിൽക്കുന്ന, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തുന്ന പ്രഭാതമായി തീരട്ടെ. എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും തലമുറകളെയും അഭിഷക്തന്മാരെയും ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമാകട്ടെ. തൊടുന്നിടം, ചവിട്ടുന്നിടം, അകത്ത് പോകുമ്പോൾ പുറത്തു വരുമ്പോൾ എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അവരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ വർഷം അങ്ങ് ഞങ്ങളെ കരം പിടിച്ച് നടത്തുമല്ലോ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഒരു സ്റ്റെപ്പും എടുക്കാനിടയാവരുത്. പുറപ്പെടുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, അഭിഷക്തന്മാരെ, തലമുറകളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധന നാമം ഉയരത്തിൽ നല്ല കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും സമാധാനവും സ്വസ്ഥതയും സമൃദ്ധിയും ആത്മാവിൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലും നിങ്ങളുടെ സന്താനങ്ങളുടെ മേലും ദൈവസഭകളുടെ മേലും അഭിഷക്തന്മാരുടെ മേലും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് നേരുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.